Welcome to Zodiac Exam Series discussion. This is week 10. Here we are going to discuss questions from 226 to 250. Myself, Hari Krishna, Academic Coordinator of Zodiac Academy. So we'll move to the question discussions. Question number 226. First few questions theories focused on questions. നമ്മൾ കേരള PSC നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, കാരണം തിയറീസ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. കാരണം നമ്മുടെ ലാസ്റ്റ് DME എക്സാമിനാണെങ്കിലും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, നഴ്സിംഗ് മാനേജ്മെന്റ് ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് ചോദ്യം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിയറീസ് ഒരു 13-15 തിയറീസ് ഉണ്ട്. ആ 15 തിയറീസിന്റെ നക്ഷൽ പിക്ചർ, ആ മെറ്റാ പാരഡൈം വെച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. So the theory that involves care and health through which the client attains total self-care. ആ പേര് തന്നെ ഉണ്ട്, സെൽഫ് കെയർ തിയറി. സെൽഫ് കെയർ തിയറി എന്ന് പറയുന്നത് ഓറംസ് തിയറി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ ഡൊറോത്തിയ ഓറത്തിന്റെ തിയറിയിലാണ് നമ്മൾ സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി അല്ലെങ്കിൽ സെൽഫ് കെയർ തിയറി എന്ന് പറയുന്നത്. മറ്റ് ഓപ്ഷൻസ് ആയ നൈറ്റിംഗേൽ നമ്മൾ എൻവയോൺമെന്റൽ തിയറി എന്ന് പറയും. നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുക എന്നുള്ളത് വെച്ചിട്ട് ഒഫൻസീവ് സ്മെല്ല് പാടില്ല, ലൈറ്റിംഗ്, വെന്റിലേഷൻ എന്നൊക്കെ പറഞ്ഞാണ് നൈറ്റിംഗേൽസ് തിയറി പറയുന്നത്. പെപ്ലോ തിയറി, പെപ്ലോയാണ് നമ്മുടെ ഹിൽഡിഗാർഡ് പെപ്ലോ, മദർ ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ് എന്നറിയപ്പെടുന്നത്. തിയറി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറി എന്ന് പറയുന്നത് പെപ്ലോന്റെ തിയറിയാണ്. റോയ്സ് തിയറി, സിസ്റ്റർ കാലിസ്റ്റ റോയ്, അവരുടെ അഡാപ്റ്റേഷൻ തിയറി എന്ന് പറയുന്നത്. നിങ്ങൾ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ 15-16 തിയറീസ്, ആ തിയറിയുടെ ഫുൾ നെയിം നമ്മൾ അറിയണം, പ്രൊപ്പോസ് ചെയ്ത ആളുടെ പേര് അറിയണം, ആൻഡ് മേജർ കോൺസെപ്റ്റുകൾ അറിയണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 2-3 മാത്രം ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാ തിയറീസും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 227. ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി അമംഗ് ദ ഫോളോയിങ്. നിങ്ങൾ എബ്രഹാം മാസ്ലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എബ്രഹാം മാസ്ലോ നമ്മൾ എടുക്കുമ്പോൾ there is a pyramid of Maslow's hierarchy theory. അത് നമ്മുടെ മോട്ടിവേഷൻ തിയറിയിലാണ് നമ്മൾ മാസ്ലോസ് ഹൈറാർക്കി തിയറി വരുന്നത്. അവിടെ ഒരു പിരമിഡ് ആണ്. അവിടെ ഫിസിയോളജിക്കൽ നീഡ്സ്, നമ്മുടെ എയർ, ഓക്സിജൻ, വാട്ടർ, ഫുഡ് ഇതൊക്കെ വരുന്നതാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ രീതിയിലാണ് ഈ തിയറിയുടെ പിരമിഡ് പോകുന്നത്. ഏറ്റവും ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആണ്. കാരണം സെൽഫ് ആക്ച്വലൈസേഷൻ കൊടുത്തിട്ടില്ല. സോ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ്, ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് സെൽഫ് എസ്റ്റീം. Question number 228. Which theory explains the interpersonal relationship concepts like orientation, identification, exploitation and resolution? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹിൽഡിഗാർഡ് പെപ്ലോന്റെ തിയറി എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറിയാണ്. നമ്മൾ സൈക്കാട്രിക് നഴ്സിംഗ് പഠിക്കുമ്പോൾ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്നൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഒരു പേഷ്യന്റും ഒരു നഴ്സും ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവര് അതായത് ഓറിയന്റേഷൻ വരുന്നു, അതിനുശേഷം പേരും ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു, ഐഡന്റിഫിക്കേഷൻ, അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണോ സോർട്ട് ഔട്ട് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റേഷൻ, ആൻഡ് ഫൈനലി തെറാപ്യൂട്ടിക് എൻഡ് ടു ദ റിലേഷൻഷിപ്പ്, അത് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയും. സോ ഹിൽഡിഗാർഡ് പെപ്ലോന്റെ തിയറിയാണ്. ലൈനിങ്കർ, നിങ്ങൾ ട്രാൻസ് കൾച്ചറൽ നഴ്സിംഗിലേക്ക് കേട്ടാണ് കൾച്ചറൽ തിയറിയെ കുറിച്ചൊക്കെ. ഡൊറോത്തിയ ഓറം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓറംസ് തിയറി, സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി. ബെറ്റി ന്യൂമാൻ, അതൊരു അടുത്ത ചോദ്യത്തിൽ വരുന്നുണ്ട്, സിസ്റ്റംസ് തിയറി കൊണ്ടുവന്ന ആളാണ്. Question number 229. A system model that focuses on the response of client system to actual or potential environmental stressors was developed by ബെറ്റി ന്യൂമാൻ ആണ്. ഈ ബെറ്റി ന്യൂമാൻ്റെ ഒരു തിയറി, ഒരു കോർ സ്ട്രക്ചർ ഉണ്ട്, നമ്മൾ അത് പഠിക്കേണ്ടതാണ്. നമ്മുടെ ഒരു പേഷ്യന്റ് ആസ് എ കോർ സ്ട്രക്ചർ, ദെൻ നോർമൽ ലൈൻ ഓഫ് ഡിഫൻസ്, ഫ്ലെക്സിബിൾ ലൈൻ ഓഫ് റെസിസ്റ്റൻസ്, എന്നിട്ട് പ്രിവെന്റീവ് സ്ട്രാറ്റജി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പ്രിവെൻഷൻ, ഏതെല്ലാം സ്ട്രെസ്സേഴ്സ് ആണ് ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത്, അവിടുത്തെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്. സോ മാൻ ആസ് എ സിസ്റ്റം, ആ സിസ്റ്റം മോഡലാണ് ബെറ്റി ന്യൂമാൻ ഫോക്കസ് ചെയ്യുന്നത്. മറ്റ് ഓപ്ഷൻസ് ആയ ഡൊറോത്തിയ ഓറം നമ്മൾ പറഞ്ഞു, സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി, ഫ്ലോറൻസ് നൈറ്റിംഗേൽ എൻവയോൺമെന്റൽ തിയറി, വിർജീനിയ ഹെൻഡേഴ്സൺ ഒരു 14 ബേസിക് നീഡ്സ് തിയറി. ഹെൻഡേഴ്സന്റെ ഒരു 14 ബേസിക് നീഡ്സും ഫയെ അബ്ദുള്ള അവരുടെ 21 നഴ്സിംഗ് പ്രോബ്ലംസും, അങ്ങനെ 2 തിയറിയുടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 230. ഫോർ കൺസർവേഷൻ പ്രിൻസിപ്പിൾ, എനർജി, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി, പേഴ്സണൽ ഇന്റഗ്രിറ്റി ആൻഡ് സോഷ്യൽ ഇന്റഗ്രിറ്റി വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ. ലെവിൻസ് തിയറിയാണ് നമ്മൾ ലെവിൻസ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ തിയറി എന്ന് പറയും. 4 കൺസർവേഷൻ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്: എനർജി, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി, പേഴ്സണൽ ഇന്റഗ്രിറ്റി ആൻഡ് സോഷ്യൽ ഇന്റഗ്രിറ്റി. ഇത് പ്രപ്പോസ് ചെയ്ത ആള് ലെവിനാണ്. മറ്റു പേരുകൾ ലെനിങ്കർ പറഞ്ഞു, പെപ്ലോ പറഞ്ഞു, റോജേഴ്സ് തിയറി ഉണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. റോജേഴ്സ് തിയറിയും നമ്മൾ യൂണിറ്ററി ഹ്യൂമൻ ബീങ്സ് തിയറി എന്ന് പറയും. അതുപോലെ തന്നെയാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്ന പാഴ്സി ഹ്യൂമൻ ബിക്കമിങ് തിയറി എന്നൊക്കെ പഠിക്കാനുള്ള പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 231. The most common site of hospital acquired infection is, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി UTI, യൂറിനറി ട്രാക്ട്. UTI ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അതിൽ തന്നെ 80% കത്തീഡ്രൽ റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ആണ് വരുന്നത്. 232.
tubes and catheters are disinfected with? Right answer option A, 2% glutaraldehyde ആണ് right answer. നമ്മൾ ട്യൂബ്സും കത്തീറ്റേഴ്സും എല്ലാം ഡിസിൻഫെക്ട് ചെയ്യുന്നത് 2% ഗ്ലൂട്ടറാൾഡിഹൈഡ് വെച്ചാണ്. 1% ഹൈപ്പോക്ലോറൈറ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട്. ബ്ലീച്ച് സൊല്യൂഷൻ നമ്മൾ സർഫസ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കും. ബ്ലഡ് സ്പില്ലേജ്, ഹൗ വിൽ മാനേജ് ബ്ലഡ് സ്പിൽസ്, നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് വെച്ചിട്ടാണ് ലിക്വിഡ് ബേസ്ഡ് ഡിസിൻഫെക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. ഫോർമാലിൻ വിൽ യൂസ് ഫോർ പ്രിസർവേഷൻ ഓഫ് ടിഷ്യൂ ആൻഡ് അനാറ്റമിക്കൽ സ്പെസിമെൻസ്. ഓക്കെ. 233 കോൾഡ് സ്റ്റെറിലൈസേഷൻ മീൻസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കോൾഡ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും, വിച്ച് മീൻസ് ഡിസിൻഫെക്ഷൻ യൂസിങ് ഡിസിൻഫെക്റ്റന്റ്. അതായത് യൂസ് ഓഫ് ലിക്വിഡ് കെമിക്കൽ സൊല്യൂഷൻ ടു സ്റ്റെറിലൈസ് ദ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതിന് നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. 234 increased depth of breathing with normal respiratory rate, that is called as hyperapnea. ഡെപ്ത് ഓഫ് റെസ്പിറേഷൻ കൂടുന്നു, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഹൈപ്പർഅപ്നിയ നമുക്ക് പറയാം. അവിടെ ഓർത്തോപ്നിയ എന്താണ്? ഓർത്തോപ്നിയ എന്ന് പറഞ്ഞാൽ ഡിസ്കംഫോർട്ട് ഇൻ ബ്രീത്തിങ് വൈൽ ലൈയിങ് ഡൗൺ ഫ്ലാറ്റ്, കിടക്കുന്ന പൊസിഷനിൽ ഡിഫിക്കൽട്ടി ബ്രീത്തിങ്. ബ്രാഡിപ്നിയ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കുറയുന്ന അവസ്ഥ. കുസുമൽസ് റെസ്പിറേഷൻ വിച്ച് ഈസ് എ ഡീപ്പ് ആൻഡ് ലേവേർഡ് ബ്രീത്തിങ്, നിങ്ങൾ കോമൺലി അത് പഠിക്കും. DK ഡയബറ്റിക് കീറ്റോസിഡോസ് ഒക്കെ പഠിക്കുമ്പോൾ കുസുമൽസ് ബ്രീത്തിങ് പാറ്റേൺ ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. 235 epical pulse is assessed by placing the diaphragm of stethoscope at the area of. 235 റൈറ്റ് ആൻസർ മിട്രൽ ഏരിയ ആണ്. നമ്മൾ പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 5th ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ് നമ്മുടെ അഡൾട്ടിലുള്ള ഒരു ഏരിയ ആൻഡ് 4th ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ് നമ്മൾ യങ് ചിൽഡ്രനിലൊക്കെ നമ്മൾ പറയാറുള്ളത്. എപ്പിക്കൽ പൾസ് അസസ് ചെയ്യുന്ന സൈറ്റ്സ്. 236 when assessing a patient's abdomen, which of the following techniques should the nurse use first? നമ്മൾ യൂഷ്വലി ഒരു ഫിസിക്കൽ അസസ്മെന്റിൽ നമ്മൾ പറയാറുള്ള ഒരു ഓർഡർ ഉണ്ട്, ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ ആൻഡ് ഓസ്കൾട്ടേഷൻ, അല്ലെ? പക്ഷെ ഇവിടെ ഒരു അബ്ഡോമിനൽ അസസ്മെന്റ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമുക്കറിയാം ഓർഡറിൽ ഒരു മാറ്റം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഓർമ്മ ഫസ്റ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇൻസ്പെക്ഷൻ തന്നെയാണ്. സോ അബ്ഡോമിനൽ അസസ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻസ്പെക്ഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓസ്കൾട്ടേഷൻ ചെയ്യും, പിന്നെ നമ്മൾ പെർക്കഷൻ ചെയ്യും, പിന്നെ നമ്മൾ പാൽപേഷൻ ചെയ്യും. ഇതാണ് ഓർഡർ. ഫസ്റ്റ് ചെയ്യുന്ന ഇൻസ്പെക്ഷൻ തന്നെയാണ്, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ ആൻഡ് പാൽപേഷൻ. ഓക്കെ. നമ്മള് പാൽപേഷൻ ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ബവൽ സൗണ്ട്സ് എല്ലാം ആൾട്ടർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പാൽപേഷൻ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓസ്കൾട്ടേഷനും പെർക്കഷനും വഴി നമുക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പാൽപേഷൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. Question number 237. During physical assessment of child or children, asymmetry of skull indicates. Option B, craniotapes ആണ് right answer. Sorry. During physical assessment of children, asymmetry of skull indicates. Sorry, by mistake. Craniosynostosis ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ നമ്മൾ ക്രേനിയോടേപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ asymmetry of skull indicates craniosynostosis. ക്രേനിയോടേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് സ്കള്ളിന്റെ സോഫ്റ്റനിങ് വിച്ച് ഇസ് സീൻ ഇൻ ഇൻഫൻസ് ഓർ ന്യൂ ബോൺസ്, അതിൽ കാണുന്നതാണ്, ചിൽഡ്രനിലേക്ക് കാണുന്നതാണ് ക്രേനിയോടേപ്സ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് മേ അഫക്ട് ദ ബോൺസ്. ഹൈഡ്രോസെഫാലസ് ഇൻക്രീസ്ഡ് ICP നിങ്ങൾക്ക് അറിയാം, സൈസ് വലുതാണ്, മാസിവ് ആൻഡ് സൈൻ പഠിച്ചിട്ടുണ്ട്. സോ asymmetry of skull indicates craniosynostosis. Question number 238. Which of the following would be a common indication of infiltration of a peripheral intravenous infusion? 238 right answer option D, cool skin distal to the insertion site. നമ്മുടെ ചോദ്യം common indication of infiltration of a peripheral intravenous infusion. Infiltration happens when IV fluid or medications leak into the nearby tissues due to the dislodgement or improper placement of cannula. The signs of infiltration are swelling, burning sensation, discomfort, feeling of tightness, cool skin, reduced or flow rate is stopped. അവിടെ റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻഫെക്ഷൻ ആയി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയി എന്നുള്ളതാണ്. ബ്ലഡ് റിട്ടേൺ ഇൻ ദ കാനുല ആൻഡ് ഡിഫിക്കൽട്ടി റെഗുലേറ്റിംഗ് ദ ഫ്ലോ വിത്ത് ഗ്രാവിറ്റി ഇൻഡിക്കേറ്റ്സ് ബ്ലോക്കേജ് ഓഫ് IV കാനുല എന്നുള്ളതാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, കൂൾ സ്കിൻ ഡിസ്റ്റൽ ടു ദ ഇൻസർഷൻ സൈറ്റ് ആണ്. 239. Patient complains of pain and has redness with swelling at the site of IV. The nurse must, option A, stop infusion and remove IV cannula. വളരെ ഇമ്പോർട്ടന്റ് ആണ്. Pain, redness, swelling and swelling at the IV site are the signs of thrombophlebitis and further infusion can complicate the situation. So the nurse must stop infusion and remove IV cannula. നിങ്ങളുടെ വാർഡ് പ്രാക്ടീസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും VIP സ്കോർ, വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലെബൈറ്റിസ് നമുക്കൊരു സ്കോറിംഗ് ഉണ്ട്. മാക്സിമം സ്കോർ നമ്മൾ 5 വയ്ക്കും. പാൽപബിൾ വീനസ് സ്കോർ ഒക്കെ വരുന്നതാണ്. ആ ക്രൈറ്റീരിയ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമ്മൾ റെഡ്നസ് സ്വെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹാവ് ടു സ്റ്റോപ്പ് ദ ഇൻഫ്യൂഷൻ ആൻഡ് റിമൂവ് ദി IV cannula. 240. Preferred site for
IM injection with Isotrack technique in an adult is? Option A, Vendrogluteal ആണ് right answer. നമ്മൾ Isotrack method എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് IM injection technique to prevent leakage of medication. മെഡിക്കേഷന്റെ ലീക്കേജ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് into the subcutaneous tissue. As the gluteal muscles are the largest muscles, ആ കാരണം കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് സൈറ്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദീസ് ടൈപ്പ് ഓഫ് ഇൻജെക്ഷൻസ് ആർ നമ്മുടെ വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഫോർ ഗിവിംഗ് ദ ഇസട്രാക് ഇൻജെക്ഷൻസ്. ഇസട്രാക് ടെക്നിക് വഴി കൊടുക്കാൻ പറ്റുന്നത്. ഈ ടെക്നിക് വഴി കൊടുക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റസ്റ്റ് തിക്നെസ് ഓഫ് ഗ്ലൂട്ടിയൽ മസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് പ്രിഫേർഡ് സൈറ്റ് എന്ന് പറയുന്നത്. 241. An immunologic reaction to a drug to which a person has already been sensitized is known as dash. Right answer option C, drug allergy ആണ്. A drug allergy is an abnormal reaction of immune system to a medication ആണ് വരുന്നത്. മറ്റു ഓപ്ഷൻസ് ഡ്രഗ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to patients reduced reaction to a drug followed by its repeated use. നമ്മൾ ആൽക്കഹോൾസ് ഒക്കെ പറയുമ്പോൾ ടോളറൻസ് എന്നൊരു കോൺസെപ്റ്റ് പറയും, അത് തന്നെയാണ്. Drug intolerance or drug sensitivity refers to an inability to tolerate the adverse effect of a medication. അതാണ് drug intolerance എന്ന് പറയുന്നത്. Drug toxicity refers to gradual accumulation of too much of drug in the bloodstream. അതാണ് നമ്മൾ drug toxicity എന്ന് പറയുന്നത്. Okay. Question number 242. Deficiency of oxygen in the tissue is known as. ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ഇൻ ടിഷ്യൂസിന് നമ്മൾ എന്താണ് പറയുന്നത്? ഹൈപ്പോക്സിയ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ടിഷ്യൂസ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയും. ഇൻ ബ്ലഡ് സ്ട്രീം ആണെങ്കിൽ നമ്മൾ ഹൈപ്പോക്സീമിയ എന്ന് നമ്മൾ പറയും. ബ്ലഡിലാണെങ്കിൽ നമ്മൾ ഹൈപ്പോക്സീമിയ എന്ന്, ടിഷ്യൂസിൽ നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയും. സൈനോസിസ് നമ്മൾ ബ്ലൂയിഷ് ഡിസ്കറേഷൻ ആണ് നമ്മൾ പറയാറുള്ളത്. ആൻഡ് അപ്നിയ എന്ന് പറയുമ്പോൾ മോർ ദാൻ 20 seconds നമുക്ക് ബ്രീത്തിങ് സെസേഷൻ ഓഫ് ബ്രീത്തിങ് നമ്മൾ അപ്നിയ എന്ന് പറയും. ഓക്കെ. 243. Color coding of oxygen cylinder. Option B ആണ് റൈറ്റ് ആൻസർ. ബ്ലാക്ക് വിത്ത് വൈറ്റ് ഷോൾഡേഴ്സ്. ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് വിത്ത് വൈറ്റ് ഷോൾഡേഴ്സ് ആണ്. നമ്മുടെ നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ബ്ലൂ കളർ ആണ്. നൈട്രസ് ഓക്സൈഡ് നമ്മൾ ബ്ലൂ കളർ സിലിണ്ടർ ആണ്. ദെൻ ക്ലോറിൻ ആണെങ്കിൽ യെല്ലോ കളർ ആണ്. നൈട്രജൻ ആണെങ്കിൽ ബ്ലാക്ക് കളേർഡ് ആണ്. കളർ ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ബ്ലാക്ക് വിത്ത് വൈറ്റ് ഷോൾഡേഴ്സ് ഓക്സിജൻ സിലിണ്ടർ, ബ്ലാക്ക് ആണെങ്കിൽ നൈട്രജൻ സിലിണ്ടർ, യെല്ലോ ആണെങ്കിൽ ക്ലോറിൻ സിലിണ്ടർ, ബ്ലൂ കളേർഡ് ആണെങ്കിൽ നൈട്രസ് ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 244. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ. കാരണം കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിൽ തന്നെ അറിയാം നമുക്ക് അടുത്ത കോംപ്ലിക്കേഷൻ പൾമണറി എഡിമയാണ്. ഫ്ലൂയിഡ് ഓവർലോഡ് ആണ് ഒരു ഇഷ്യൂ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുമ്പോൾ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകാം. അതുവഴി കോംപ്ലിക്കേഷൻസ് അഗ്രിവേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അവിടെ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, കില്ലിപ്പ് ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം നിങ്ങൾ CCF പഠിക്കുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 245. യൂറിൻ ബൈൽ ക്യാൻ ബി ടെസ്റ്റഡ് ത്രൂ. നമ്മൾ യൂറിൻ ബൈൽ ടെസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഹെയ്സ് ടെസ്റ്റ് ആണ്. നമ്മൾ യൂറിനുള്ള ബൈൽ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ഹെയ്സ് ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും എന്ന് പറയുന്നത് നമ്മൾ യൂറിൻ ഷുഗർ ടെസ്റ്റിംഗ് ആണ്. യൂറിൻ ഷുഗർ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ബെനഡിക്ട് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും എന്ന് പറയുന്നത്. ഹോട്ട് ആൻഡ് കോൾഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ ആൽബുമിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹോട്ട് ആൻഡ് കോൾഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 246. Which of the following need to be performed before radial artery cannulation to
ചേട്ടാ ഇടയ്ക്ക് ഒരു കണക്ഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞ് കട്ടായി പോയി. എനിക്കൊരു 4 ചോദ്യമോടെ ബാക്കി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നു. അപ്പോൾ ഞാനേ ആ ഒരു ക്വസ്റ്റ്യന്റെ പകുതിയിൽ എത്തിയപ്പോഴാണേ, അപ്പൊ ആ ക്വസ്റ്റ്യൻ മുതൽ 246 ക്വസ്റ്റ്യൻ പകുതി എത്തിയപ്പോഴാണ് വന്നത്. അത് മുതൽ കണ്ടിന്യൂ ചെയ്താൽ മതിയോ, അതേ ആ ക്വസ്റ്റ്യൻ ഒന്നേന്ന് ചെയ്യട്ടെ? അപ്പൊ ചേട്ടൻ മനസ്സിലായി, ചേട്ടന്റെ പാടായിരിക്കും. അപ്പൊ ചേട്ടാ അത് എഡിറ്റ് ചെയ്തോളല്ലോ. അപ്പൊ ഞാൻ 246 എന്ന ക്വസ്റ്റ്യൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാനേ. ശരി ശരി. So next question, 246. Which of the following need to be performed before radial artery cannulation to evaluate radial and ulnar arterial patency? So option A, Allen's test ആണ് right answer. Because നമ്മൾ കേട്ടിട്ടുള്ളതാണ് Allen's test നെ കുറിച്ച്. A test for occlusion of radial or ulnar artery. The patient makes a tight fist so as to express the blood from skin of the palm and fingers. The examiner makes digital compression on either the radial or ulnar artery. Failure of blood to return to the palm and fingers when the hand is open indicates obstruction of the blood flow in the artery that has not been compressed. So either this test or a Doppler ultrasound examination should always be performed prior to insertion of a radial artery line. So radial artery line നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ Allen's test ആണ് പെർഫോം ചെയ്യുന്നത്. 247. Isolation required in salmonellosis until option B, 3 consecutive stool sample becomes negative. അതാണ് നമ്മൾ സാൽമണോസിൽ ചെയ്യുന്നത്. നമ്മൾ ഫുഡ് പോയ്സണിങ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. 3 കൺസിക്യൂട്ടീവ് സ്റ്റൂൾ സാമ്പിൾ നെഗറ്റീവ് ആവുന്നവരെയാണ് ഐസൊലേഷൻ നമ്മൾ റിക്വയർ ചെയ്യണമെന്ന് പറയുന്നത്. 248. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കോളറ ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ എ, ടെട്രാസൈക്ലിൻ ആണ് റൈറ്റ് ആൻസർ. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കോളറ ഈസ് ടെട്രാസൈക്ലിൻ. 249. Congenital rubella is diagnosed in infants with the help of dash antibodies in the infant. Option A, IgM ആണ് റൈറ്റ് ആൻസർ. Because congenital rubella is diagnosed as a condition which is diagnosed when the infant is having IgM antibodies at birth. So A ആണ് right answer. Question number 250. Fifth disease is also known as option A, erythema infectiosum ആണ് right answer. നമ്മൾ fifth disease എന്ന് പറയുന്നത് erythema infectiosumത്തിനെയാണ്. It's a benign childhood illness which is classical feature is like a stepped cheek appearance. ഒരു ഹ്യൂമൻ പാർവോ വൈറസ് ആണ് ഇതിന്റെ കാരണം. നമ്മുടെ ഫിഫ്ത്ത് ഡിസീസ് എന്ന് പറയാൻ കാരണം ഫിഫ്ത്ത് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുകൊണ്ട് നമ്മൾ ഫിഫ്ത്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ വീക്കിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ നിങ്ങൾ ഇനിയും സോഡിയക് അക്കാഡമിയിൽ ജോയിൻ താല്പര്യമുള്ളവർക്ക് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വി ആർ ലൈക്ക് റണ്ണിങ് വിത്ത് ഡിഫറെന്റ് ബാച്ചസ് അറ്റ് ഡിഫറെന്റ് ടൈമിങ്സ്. മോർണിംഗ് ഈവനിങ് ഡിഫറെന്റ് ടൈംസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം.